ഞാൻ ഈ വീഡിയോ ഇടുന്നത് വീടുകളിലൊക്കെ സാധാരണ ചെറിയ രീതിയിലൊക്കെ ഗപ്പികളെ വളർത്തുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് പറ്റിയത് നിങ്ങൾക്കൊരിക്കലും പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാനിങ്ങനെയുള്ള 3 ടബിലാണ് ഗപ്പീനെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വെള്ളമൊക്കെ കൊള്ളുന്ന അത്യാവശ്യം വലിയ 3 ടബുകളായിരുന്നു. ഞാൻ ആകെ 11 മീനുകളിൽ നിന്നാണ് തുടങ്ങിയത്. എനിക്ക് അടുത്ത വീട്ടിലെ ചേച്ചി തന്നതും ഷോപ്പിൽ നിന്ന് മേടിച്ചതുമായിട്ടുള്ള ആകെ 11 മീനുകൾ ബ്രീഡായിട്ട് അറൗണ്ട് 300-ലധികം കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. വലിയ ഗപ്പികളെ ഒഴിവാക്കിയാൽ 300 കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ മാത്രം 2 ടബിലായിട്ടും അതേപോലെ വലിയ മീനുകൾ ഒരു ടബിലുമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് 16 കിലോമീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വന്ന് വെള്ളം മാറ്റിയിട്ട് ഞാൻ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ വന്ന് വെള്ളം മാറ്റി ഞാൻ പോവാറുണ്ട്. അങ്ങനെ ഞാൻ നോക്കാറുണ്ട്. പിന്നെ അതേപോലെ ബ്രീഡിങ് കേജൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോന്നും ബ്രീഡാവുന്ന സമയത്ത് ഓരോ കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റിയാണ് 300 കൂടുതലൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നോക്കിയിട്ട് ഞാൻ വെള്ളം മാറ്റാൻ വേണ്ടി വന്ന് നോക്കിയ സമയത്താണ് ഇങ്ങനെ കണ്ടത്. ഇത് എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഈ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. അത്ര വെയിലൊന്നും തട്ടാത്തൊരു സ്ഥലത്താണ് ഞാൻ വെച്ചിരുന്നത്. ഒരു മാവിൻ്റെ ചുവട്ടിലായിട്ടാണ് ടബൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലം കോൺക്രീറ്റ് ആയിരുന്നു. നിലത്തിൻ്റെ ചൂട് കാരണമാണോ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. മീനുകളൊക്കെ ചത്തിട്ടുണ്ടായിരുന്നു. ആകെ കുറച്ച് മീനുകളെ മാത്രമേ ബാക്കി കിട്ടിയുള്ളൂ. വലിയ മീനുകൾ മൊത്തം ചത്തിരുന്നു. പിന്നെ കുറേ എണ്ണത്തിന് കാണാനേ ഉണ്ടായിരുന്നില്ല. എന്താ ഉണ്ടായതെന്ന് അറിയില്ല. പക്ഷേ മൊത്തം ചത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ക്ലിയർ ആയിരുന്നു. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് മിക്കവാറും ചൂടിൻ്റെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ മീനുകളെ വളർത്തുന്നുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കുക. ഒട്ടും ചൂട് തട്ടാത്ത സ്ഥലത്തേക്ക് തന്നെ മാറ്റി വെക്കുക, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ പോവും. എനിക്ക് ഒരു ടബിലുള്ള കുറച്ച് കുഞ്ഞുങ്ങളെ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി 2 ടബിലുള്ള മീനുകൾ മുഴുവനായിട്ട് ചത്തിട്ടുണ്ടായിരുന്നു. ഒരു ടബിൽ കുഞ്ഞുങ്ങൾ ഇട്ടിരുന്ന ടബിലുള്ള മീനുകളുടെ ശരീരത്തിൻ്റെ അവശിഷ്ടം പോലും കാണാണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതിയായിരുന്നു. എന്താ ഉണ്ടായതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായി. മീനിനെ വളർത്തുക, ചെടികൾ വളർത്തുക എന്നുള്ളതൊക്കെ ഭയങ്കര ക്രേസാണ്. എനിക്ക് മെൻ്റലി ഭയങ്കരമായിട്ട് സമാധാനം തരുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. ഞാൻ എപ്പോഴും ഇങ്ങനെ മീനുകളെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഒന്ന് ബ്രീഡാവാനും കുഞ്ഞുങ്ങളെടുത്ത് മാറ്റുന്നതൊക്കെ ഭയങ്കര ഒരു ക്രേസായിരുന്നു എനിക്ക്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനി ആർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ.